ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷായിട്ടാണ്. ഇറാനി പോള എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ആർക്കും ഉണ്ടാക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറാനി പോള ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇറാനി പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറാനി പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതേപോലെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ സമയമുണ്ടെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം ഒന്ന് പിച്ചിയെടുക്കണം. എന്നിട്ടാണ് നമ്മൾ മസാലയിൽ ഇത് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 2 ഉള്ളി ഞാൻ മുറിച്ചിട്ടുണ്ട്, 2 മീഡിയം സൈസുള്ള ഉള്ളി. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്. എരിവ് നിങ്ങളെ അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി വേണം, ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കാം. മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെ എടുത്തിരിക്കുന്നത്. ആ എണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. ബാക്കിയുള്ള എണ്ണ മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കറിവേപ്പില മുറിച്ചിട്ടാണ് ഇട്ടത്. നിങ്ങൾക്ക് മുഴുവനോടുകൂടി ഇടണമെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് പിച്ചിയ ചിക്കനാണ്. ഇത് മുഴുവനും ഇല്ല, ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പോള ഉണ്ടാക്കുമ്പോൾ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിക്കൻ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പും അതേപോലെയുള്ള ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം. ഉപ്പായിട്ട് കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്കിതിന് വേണ്ടി ബാറ്റർ തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഇത് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 150 മില്ലി മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മുട്ട അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് പാലാണ്. അതും ഒരു 150 മില്ലി ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 70 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1/2 ടീസ്പൂൺ
കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടി ഒരു കട്ടി വേണം. ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് പോള ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാനൊരു പഴയ ദോശക്കല്ലിൻ്റെ മേലെയാണ് വെച്ചത്. ഇത് ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ അടിച്ചെടുത്ത ബാറ്റർ ഇതിലേക്ക് മുഴുവൻ ഒഴിക്കേണ്ട, പകുതി മാത്രമാണ് ഇപ്പോൾ ഒഴിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ച ബാറ്റർ പകുതി മാത്രം, മുഴുവനും വേണ്ട, പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് പകുതി ആയിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് പോവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ഇടണം. ഒരുപാട് സൈഡിലേക്കായി പോണ്ട, കാരണം ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് മാവ് ഒഴിക്കുമ്പോൾ സൈഡിലേക്കായാലും ആ മാവ് താഴോട്ട് എത്താണ്ട് ഉണ്ടാവും. സൈഡിലേക്ക് ഇടാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ബാറ്റർ കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ടോപ്പിംഗ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാപ്സിക്കവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. ഓരോ ആൾക്കാരെ ഫ്ലെയിം അനുസരിച്ചിട്ട് 20-25 മിനിറ്റ് വരെ ആവണം. അപ്പം നമുക്ക് നോക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, സൈഡൊക്കെ ആയി വരുന്നുണ്ട്, വിട്ടിട്ടുണ്ട്. പക്ഷെ നടുവിൽ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ആയോ. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂവറോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് കുത്തി നോക്കിയാൽ മതി. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ വേണ്ടി വന്നത് ഒരു 23 മിനിറ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയം നിങ്ങളും നോക്കണം. ഓരോ ആൾക്കാരെ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം വരും. ഈ മേലെ കാണുമ്പോൾ ശരിക്കും നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെന്തിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരു തവയിൽ ഈ ഭാഗം കൂടി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, അടിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു തവയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് മതിയാവും. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒന്ന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ആ കളറ് മാറാൻ മാത്രം, വേവേണ്ട ആവശ്യമില്ല. ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്ത് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന്. നന്നായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ആയതല്ലേ ഉള്ളൂ. ഉള്ളിലൊക്കെ നല്ല അടിപൊളി ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസും സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.